ശശി തരൂർ കോൺഗ്രസിനൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന കെ.വി. തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടിട്ടുണ്ടാവും. എന്താണ് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത്, ഞാൻ മുൻ കോൺഗ്രസ് നേതാവല്ല. കോൺഗ്രസ് വികാരമുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വേറെ പാർട്ടിയിൽ ചേർന്നിട്ടുമില്ല. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ പങ്കുചേരുന്നു. എൻ്റെയൊക്കെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിനൊരു കൾച്ചറുണ്ട്, എല്ലാവരും കൂടെ പിടിക്കുക. ഇപ്പോൾ എൻ്റെ വൈഫ് ഷെർലി മരിച്ചപ്പോൾ എന്നെ ആദ്യം പിടിക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയാണ്, പിന്നെ ആൻ്റണിയാണ്. ഞാൻ ഫോണിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കരഞ്ഞത്. അതൊരു സ്നേഹബന്ധമാണ്. ഇന്ന് ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോണവരൊക്കെ പൊക്കും. ഇപ്പോൾ ഞാനൊക്കെ പാർട്ടി വന്നത് മോളിൽ നെട്ടി ഇറങ്ങിയതല്ല. 1968 കുമ്പളങ്ങിയിൽ 7ാം വാർഡിലെ പ്രസിഡൻ്റായിട്ട് വന്നയാളാണ്. ഞങ്ങൾ ഘട്ടം ഘട്ടമായി DC പ്രസിഡന്റ് മുതൽ KPC ട്രസ്റ്റായിട്ട് വന്നവരാണ്. ഇപ്പോഴത്തെ തലമുറയുടെ സമീപനം എന്താ? സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുക, പൊയ്ക്കോ. അത് തന്നെ ശശിധരൻ്റെ പ്രശ്നവും. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖമുള്ളയാൾ. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന 2009 ടെൻജിൻബത്തിൽ സോണിയാജിയുടെ മുമ്പിൽ സോണിയാജി എന്നെ പരിചയപ്പെടുത്തരുന്നു. അന്ന് സോണിയാജിയാണ് പറഞ്ഞ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കഴിവുകളുണ്ട്. പക്ഷേ ഒരു പാർലമെൻറ്റേറിയൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിൽ ചെന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, ശശി തരൂരിന് പ്രസംഗിക്കാൻ അവിടെ സൗകര്യമില്ല. ശശി തരൂർ മനോഹരമായി പ്രസംഗിക്കുന്ന ഒരാൾ തിരിച്ച് പ്രസംഗിക്കുന്ന ആരാ? അവരുടെ പ്രസംഗം അവർക്കും മനസ്സിലാവുന്നില്ല, കിഴക്കും മനസ്സിലാവും. അവിടുത്തെ കമ്മിറ്റികൾ വരുന്നു. പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് PSC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഞാൻ 3 ടേം ഇരുന്നൊരു കമ്മിറ്റിയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു കമ്മിറ്റിയാണ്. അതിപ്പോൾ ആരാ കൊണ്ടു കിടക്കുന്നത്? ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒരാൾ തന്നെ എല്ലാം ഏറ്റെടുക്കണം. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു കൊണ്ടുകൊടുക്കാൻ കഴിയണം. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിളിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുടുംബ ബന്ധമാണ് ടെൻജൻ്റ് ബന്ധമായിട്ടുള്ളത്. പക്ഷേ എൻ്റെ വൈഫ് മരിച്ചപ്പോൾ എന്നെ ബന്ധപ്പെട്ട സോണിയാജി മാത്രമേ ഉണ്ടായുള്ളൂ. ഇതൊക്കെ ഒരു ദുഃഖമല്ലേ? അപ്പോൾ കൂടെ കൊണ്ടു കിടക്കാനുള്ള സമീപനമുണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ? അടുത്ത തവണ UDF അധികാരത്തിൽ വരും, ആരും വേണ്ട. ഇതൊക്കെ തെറ്റായ ധാരണയാണ് ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞിട്ട്. കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചരിത്രത്തിൽ ഒത്തിരി ഞാൻ ബന്ധപ്പെട്ട്, ജിം ഉൾപ്പെടെ, കരുണാകരൻ്റെ കാലത്ത് ജിം ഉൾപ്പെടെ, ഉമ്മൻചാണ്ടിൻ്റെ കാലത്തൊക്കെ ബന്ധപ്പെട്ട ആളാണ്. അതൊരു വ്യത്യസ്തമായി ഇവിടെ ഇന്നലെ കണ്ടതെന്താ? രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷവും മീഡിയയും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ മെസ്സേജ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ്സിനുണ്ടാവണം. ഒരു കേരളത്തിലെ വികസനത്തിൽ ഈ ഗവൺമെൻറ് ചെയ്ത ചെറിയ കാര്യമാണോ? ഗെയിൽ പ്രോജക്റ്റ് എല്ലാവരും തള്ളിക്കളഞ്ഞതല്ലേ പിണറായി? ഞാൻ അവിടെ വെച്ചാണ് അദ്ദേഹത്തെ അടുക്കുന്നത്. ഞാൻ കൂടി കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. ദേശീയപാത 30 മീറ്റർ മതി എന്ന് പറയുന്ന സ്ഥലത്ത് 75 മീറ്റർ നമ്മൾ പണിത് മുന്നോട്ട് പോവുക. പിന്നെ ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തും തുറമുഖം എന്ന് പറഞ്ഞാൽ. നടപ്പിലാക്കിയതാരാ? വിഴിഞ്ഞം. പക്ഷേ അതുപോലെ തന്നെ തരൂർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തന്നെ പരിഗണിച്ചില്ലെങ്കിൽ തൻ്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നാണ് തരൂർ ഓർമ്മിപ്പിക്കുന്നത്. എന്തായിരിക്കാം മറ്റു വഴി? വികാരപരമായിട്ട് ഞാനത് ഇവിടെ കാണുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു, കോൺഗ്രസ് വിട്ടു പോകരുത്, നിങ്ങളുടെ ഇടം ഇതാണ്. പ്രത്യേകിച്ച് BJP പോകുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് എത്രയോ ഓഫറുകൾ വന്നിരുന്നാൽ ഞാൻ അന്നെടുത്ത നിലപാട് BJPയിലേക്കില്ല. എന്നാൽ പ്രൈം മിനിസ്റ്ററുമായിട്ടും പിന്നെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ, നദ്ദ ഉൾപ്പെടെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അത് സ്നേഹബന്ധങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയമായി BJPയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇത് തന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ശശിധരനോട് പറഞ്ഞത്, നമ്മുടെ സ്ഥലം ജനാധിപത്യ വേദിയാണ്. കോൺഗ്രസ് തന്നെ പിടിച്ചു നിൽക്കണം. ഇൻസൾട്ടിങ് ഒക്കെ ഉണ്ടാവും, പിടിച്ചു നിൽക്കും. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണം തന്നെ എനിക്കൊരു വികസന രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളാണ്. അതിനാണ് എന്നെ ഉപയോഗിച്ചത്. നിങ്ങൾ വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചൊക്കെ സമീപകാലങ്ങളുണ്ട്? കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് മാന്യനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലൊക്കെ അതിമനോഹരമായ പ്രസംഗം. ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുണ്ട്, അത് ശക്തമായ കാഴ്ചപ്പാടാണ്. ഉദാഹരണം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സോണിയാജിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്. ഈ നടുക്കളത്ത് ചാടിക്കയറും, ബഹളമുണ്ടാക്കും, പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്യും. അപ്പം ഞങ്ങൾ പിന്നീട് കൂടുന്ന യോഗത്തിൽ ഇത് ശരിയല്ല. ഞങ്ങളാരും നടുക്കളത്തിൽ കാണും. ഞങ്ങൾ ആ ബെഞ്ചിൻ്റെ അറ്റം വരെ നിൽക്കുള്ളൂ. ഞങ്ങളാരും വലിച്ചെറിയില്ല. ഞാനും ശശിധരൻ, ഞങ്ങളങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ കോൺഗ്രസ് വിരുദ്ധരാണ്. ഇപ്പോൾ പുതിയ തലമുറ എന്താ പറയുന്നത്, ഇവരൊക്കെ ഇത്രയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ കിട്ടിയത് എങ്ങനെയാണ്? ഞങ്ങൾ പണിയെടുത്തിട്ടാണ്, അധ്വാനിച്ചുണ്ടായ ഭവനമാണിത്. ആ ഭവനത്തിലാണ് ഇപ്പോൾ മറ്റു പല സുഹൃത്തുക്കളിരിക്കുന്നത്. ഞങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ട് ഈ പാരമ്പര്യമുള്ളൊരു ഭവനത്തിൽ കയറി ഇരിക്കുകയല്ലേ. ഈ വ്യക്തിപരമായ ബന്ധം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കൂടി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കാൻ താങ്കൾ തയ്യാറാവുന്നു? അതിനും ഞാനല്ലല്ലോ അതൊക്കെ തീരുമാനിക്കാൻ. ഇപ്പം ഞാൻ ഇടതുപക്ഷമായി ബന്ധപ്പെടുമ്പോൾ അന്ന് യെച്ചൂരിയുണ്ട്, പിണറായി വിജയനുണ്ട്. അവരും എടുത്ത തീരുമാനം ഞാൻ എൻ്റെ ഇന്നത്തെ നിലപാടുമായിട്ട് പോയാൽ പാർട്ടി ചേരേണ്ടതാണ്.
അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമായി വരുമ്പോൾ അതിലെന്ത് നിലപാട് എടുക്കുന്നത് തീരുമാനിക്കുന്ന ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മുഖ്യമന്ത്രിയുടെ അത് നല്ല ബന്ധമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു കരുത്തരായ മുഖ്യമന്ത്രി വന്നു. ഞാൻ ആ നിലപാടുള്ള ഞാൻ കെ കരുണാകരൻ എന്നും ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ പിണറായി വിജയൻ തന്നെയാണ്. വ്യക്തിപരമായി അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പം വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ അത് അദ്ദേഹമല്ല തീരുമാനം. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കോൺഗ്രസിൽ നിൽക്കണം, അത് ജനാധിപത്യ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകണം, കോൺഗ്രസ് നയിക്കണം. ഞാൻ തർക്കമൊന്നുമില്ല ആ കാര്യത്തിലൊന്നും. അദ്ദേഹം ഒരു ദേശീയ അന്തർദേശീയ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും BJP പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. അദ്ദേഹം നേതൃത്വത്തിനൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാൽ UDFന് കേരളത്തിൽ ജയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ ആരെ മുൻനിർത്തിയാലും UDF വരില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വികസനം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടക്കുന്നു, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടണം. ചെറുതാണെന്ന് ഞാൻ പറയില്ല, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. പക്ഷെ അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും കണ്ണ് തുറന്നാൽ അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന ഇടതുമുന്നണി തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഇൻവെസ്റ്റ് കേരള ഇപ്പോൾ പൂർത്തിയായി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും കേരളത്തിന്? ഫസ്റ്റ് ഇമ്പാക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അന്തരീക്ഷം. കേരളത്തെക്കുറിച്ച് ഏറ്റവും വലിയ പരാതി ഇവിടെ വന്നാലും ഇൻവെസ്റ്റ് ചെയ്യില്ല, ഇവിടെ സമരങ്ങൾ, നേതാക്കൾ എല്ലാം വന്നല്ലോ. കഴിഞ്ഞ 7 വർഷമായി ഒരു സ്ഥലത്തും സമരം നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആ ഇമ്പാക്റ്റ്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സഹകരിക്കുന്നു, കേരള ഗവൺമെൻറ് സഹകരിപ്പിക്കുന്നു, പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ സംഭാവന ചെയ്ത്, IT രംഗത്തും വ്യവസായ രംഗത്തും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്, പരിചയസമ്പൻ. അദ്ദേഹം ഉൾപ്പെടെ വരുന്നു. അപ്പോൾ ഒരു കൂട്ടായ്മ, ശ്രീ പിണറായി വിജയൻ്റെ ചുറ്റും ഇവരെല്ലാം നിന്ന് നമ്മൾ ഒന്നിച്ചു പോകും എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അതാണ് ഞാനിവിടെ കണ്ടത്. സിൽവർ ലൈൻ ഉൾപ്പെടെ ഇപ്പോൾ അതിലേക്ക് അതാണ് പിണറായി വിജയൻ്റെ കൺസിസ്റ്റൻസി. നമ്മളെന്താ ഉദ്ദേശിച്ചത്? സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ പേരല്ല, അതിവേഗ റെയിൽവേ സിസ്റ്റമാണ്. അതിന് ചില പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഈ രംഗത്തെ പ്രഗത്ഭനായ ശ്രീധരൻ CM കാണുന്നത്. അദ്ദേഹത്തിന് ചില പ്രപ്പോസൽസ് കൊടുത്തു. ആ പ്രപ്പോസൽ CM എനിക്ക് തന്നു. ഞാൻ ഡൽഹി റെയിൽവേ മിനിസ്റ്റർക്ക് കൊടുത്തു. ചർച്ചകൾ നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്നുണ്ടായ പ്രശ്നങ്ങൾ, സിൽവർ ലൈൻ ആദ്യ കാലഘട്ടത്തിൽ വന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രപ്പോസലാണ് ശ്രീധരൻ തന്നിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നമല്ല, കാരണം ഇത്തരം പ്രോജക്റ്റുകൾക്ക് ഒത്തിരി സാമ്പത്തിക സഹായങ്ങൾ കിട്ടും. അപ്പോൾ അത് ആ കാര്യത്തിൽ CM എടുക്കുന്ന നിലപാട്. എയിംസ് നമ്മുടെ അവകാശമാണ്, കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ. വിഴിഞ്ഞ പ്രോജക്റ്റ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വയനാട് നമുക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന, ഭരണ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് കേരള ഒരു വഴികാട്ടിയാം, അല്ലെങ്കിൽ ഒരു പുതിയ വഴി തെളിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രശ്നമേ അല്ല. ഇപ്പോൾ 2 ലക്ഷം കോടിയാണ് സിൽവർ ലൈനിൽ വേണ്ടത്. അത് യെച്ചൂരിയുടെ കാലഘട്ടത്തിൽ തന്നെ ചർച്ചകൾ നടന്ന് യെച്ചൂരിയുടെ ഈ വേർപാടിൽ വളരെ ദുഃഖിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയമായി മാത്രമല്ല, ഇങ്ങനെ വികസന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സഹായഹസ്തമായിരുന്നു അത്. അദ്ദേഹം CMമായിട്ട് പിണറായി വിജയൻ സംസാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ഇന്ന് CMൻ്റെ ഒരു കാര്യം വിദേശ ഏജൻറ്റുകൾക്കും പ്രൈവറ്റ് ആളുകൾക്കും അറിയാം, ഇവിടെ ഒരു നേതാവുണ്ട്, ഇവിടെ ഒരു ഭരണകർത്താവുണ്ട്, വിശ്വസിച്ചു വരാം. പഴയ പോലെ ഇറക്കുകൂടിയും നോക്കുകൂടിയൊന്നും ആരും പറയുന്നില്ലല്ലോ. അദ്ദേഹത്തെ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ന്യായമാണ്, അവരുടെ കൂലി കൊടുക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി തൊഴിലാളിക്ക് കൊടുക്കുന്ന, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ്. അതൊന്നും തയ്ച്ചുകൊണ്ടല്ല പോയിട്ടുള്ളത്.